ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത് ഹുണ്ടായി i10 ആണ് വണ്ടി. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലെ ലെഫ്റ്റ് സൈഡിലെ വീല് ജാമായിട്ട് വന്ന വണ്ടിയാണ്. അപ്പോൾ വീല് കറങ്ങുന്നില്ല, നമ്മൾ പിടിച്ച് കറക്കിയാൽ മാത്രമേ വീല് കറങ്ങുകയുള്ളൂ. ഇപ്പോൾ അതിൻ്റെ ഡ്രമ്മും കാര്യങ്ങളൊക്കെ അയച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്താണ് കംപ്ലൈൻ്റ് എന്ന് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പോൾ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ വീല് നല്ലതുപോലെ ജാമായിരുന്നു. പിടിച്ച് നല്ല രീതിയിൽ കറക്കിയാൽ മാത്രമേ കറങ്ങുള്ളൂ. ഡ്രം അഴിച്ചിട്ട് നമ്മൾ വീലഴിച്ചിട്ട് നമ്മൾ ഇതിൽ തിരിക്കാൻ നോക്കുമ്പോൾ തന്നെ കറങ്ങുന്നില്ല. പിന്നെ നമ്മളിപ്പോൾ ഡ്രം അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് നോക്കിയാൽ മനസ്സിലാവും. ഈ ഭാഗത്തായിട്ട് നല്ല രീതിയിൽ വീൽ സിലിണ്ടർ ലീക്ക് അയക്കുന്ന പാടും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സൈഡിൽ നല്ല രീതിയിൽ ലീക്കായിട്ട് താഴോട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ ലൈനർ ഇളകിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ഇളകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ താഴത്തെ ഭാഗത്തും ലൈനർ ഇവിടെ ഇളകിയിട്ടുണ്ട്. ഇത് ഇങ്ങോട്ട് പിടിച്ചപ്പോൾ തന്നെ ഇതിങ്ങനെ ഒടിഞ്ഞ് പോന്നിട്ടുണ്ട്. കാരണം ഇത്രയും ഇവിടെ മാത്രമേ പിടുത്തമുള്ളൂ, ഇവിടെ എങ്ങും പിടുത്തമില്ല. ഇവിടെ എല്ലാം ഇളകിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഇതിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡ് ലീക്കാവുന്ന അവസരത്തിൽ ഈ ലൈനർ വീണ് കഴിഞ്ഞാൽ ലൈനറിൻ്റെ ആ ഒരു പശ പോയിട്ട് ഈ ലൈനർ ഇതുപോലെ ഇളകാൻ തുടങ്ങി. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ചെറിയ ക്രാക്കും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഇങ്ങനെ ചെറിയൊരു ക്രാക്കുണ്ട്. മീൻസ് വീല് ഹാൻഡ് ബ്രേക്ക് ജാമായിട്ട് നമ്മൾ വീല് പിടിച്ചിരിക്കുമ്പോൾ ഹബ്ബിൽ ലൈനർ ഒട്ടിയിട്ട് നമ്മൾ പിന്നീട് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് ടക്കെന്നൊരു സൗണ്ട് കേൾക്കും. അപ്പോൾ ആ കൂട്ടത്തിൽ ഡ്രം റിലീസാവും. പക്ഷേ ലൈനറും അതിൻ്റെ കൂടെ ഇളകാൻ തുടങ്ങും. അത് ഇളകാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീൽ സിലിണ്ടർ ലീക്കായിട്ട്, വീൽ സിലിണ്ടറിൻ്റെ ഫ്ലൂയിഡ്, അതായത് ബ്രേക്ക് ഫ്ലൂയിഡ് ലീക്കായിട്ട് ഇങ്ങോട്ട് വരുന്നതാണ്. ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും. ഇതിനകത്ത് ഫുള്ളായിട്ട് കച്ചറയായിട്ട്, അതായത് അഴുക്കും ചെളിയായിട്ട് ഇരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ സൈഡ് നോക്കിയാലും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഹുണ്ടായുടെ വണ്ടികൾക്ക് കൂടുതലായിട്ടും ഇങ്ങനെ ഒരു ബ്രേക്ക് ജാമോ ഒക്കെ കാര്യങ്ങൾ വരുന്നതെന്ന് വെച്ചാൽ മെയിനായിട്ട് ബ്രേക്ക് ജാം വരുന്നത് ഈ ഫ്ലൂയിഡ് ലീക്കായിട്ട് ലൈനർ വീണിട്ട് നമ്മൾ ഹാൻഡ് ബ്രേക്ക് പിടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ മഴയുള്ള സമയത്താണെങ്കിൽ ഈർപ്പം കൂടെ കയറിയിട്ട് ഹബ്ബേൽ, അതായത് ഈ ഹബ്ബേൽ ഒട്ടിക്കിടിക്കും. ഹബ്ബേൽ ഒട്ടിപ്പിടിച്ചിട്ടാണ് വീല് ഉരുളാത്ത ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വീല് വെച്ചിട്ട് ഹാമർ തട്ടിക്കഴിഞ്ഞാൽ, ഹാമർ വെച്ചിട്ട് നമ്മൾ തട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രീ ആവും. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ ഇതിന് ഏതെങ്കിലും രീതിയിലുള്ള വീൽ സിലിണ്ടറിൽ, അതായത് സിലിണ്ടർ ജാമോ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ലീക്കോ കാര്യങ്ങളോ ഉണ്ടെന്ന് കറക്റ്റായിട്ട് നോക്കുക. വീൽ അഴിച്ചിട്ട് ഇതൊന്നുമില്ല, ഈർപ്പമാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് അഴിച്ച് ക്ലീൻ ചെയ്ത്, വെള്ളം കയറിയാലും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഈ സൈഡിലെ ലൈനർ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇവിടെയും കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും. അപ്പോൾ ഈ വണ്ടിയുടെ നമുക്ക് വീൽ സിലിണ്ടർ മാറണം, അതുപോലെ തന്നെ ഇതിൻ്റെ ലൈനറും മാറണം. ഇത് ജസ്റ്റ് ഇങ്ങോട്ട് പൊളത്തി കഴിഞ്ഞാൽ ഇത് ഒടിഞ്ഞിങ്ങി പോകുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഈ ഭാഗത്ത് നോക്കിയാൽ ഒരു പിടുത്തം ഇല്ല. ഇത്രയും ഭാഗത്ത് ഒരു പിടുത്തവും ഇതിന് ഇല്ല. അപ്പോൾ കൂടുതലായിട്ട് ഇങ്ങനെയാണ് സംഭവം. കൂടുതലായിട്ട് ഇങ്ങനെ ലൈനർ ഇളകുന്ന ഒരു കംപ്ലയിൻറ്റ് കാണിക്കുന്നത് ഈ ഹുണ്ടായുടെ വണ്ടികൾക്കാണ് കൂടുതലായിട്ട്. സാൻഡ്രോ മുതൽ മേലോട്ടുള്ള വണ്ടികൾക്കാണ് കൂടുതലായിട്ടും ഇങ്ങനെ ലൈനർ i20 i10 ഇങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ ഈ ലൈനർ ഇളകുന്ന ഒരു കംപ്ലയിൻറ്റ്, ഇതുപോലെ ഫ്ലൂയിഡ് വീണ് കഴിഞ്ഞാൽ ലൈനർ ഇളകുന്ന ഒരു കംപ്ലയിൻറ്റ് കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീൽ സിലിണ്ടർ നമുക്ക് മാറണം, അതുപോലെ തന്നെ ലൈനർ മാറണം. നമുക്ക് അപ്പുറത്തെ വീലിൻ്റെ, റൈറ്റ് സൈഡിലെ വീലിൻ്റെ അവസ്ഥ നമുക്കൊന്ന് നോക്കാം. റൈറ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ഇവിടെ ഫ്ലൂയിഡ് വീണ പാടും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വേറെ പാടോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇതിന് പ്രത്യേകിച്ച് ലൈനർ ഇളക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഈ ഭാഗത്തിന് ലൈനർ ഇളക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഈ ഭാഗത്തോട്ട് നോക്കുമ്പോഴും ലൈനർ ഇളക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പക്ഷെ നമ്മൾ ബൂട്ട് നമുക്കൊന്ന് പൊളിച്ച് നോക്കാം. കാരണം ഇവിടെ ബൂട്ട് നമ്മളിങ്ങോട്ട് പൊളിക്കുന്ന അവസരത്തിൽ ഇതിനകത്ത് ഫ്ലൂയിഡ് വന്ന് നിറഞ്ഞ നിൽപ്പുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ വേറെ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ഇങ്ങോട്ട് ബൂട്ട് നീക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് നേരത്തെ ഒലിച്ച പാടും കാര്യങ്ങളും ഇവിടെ ഉണ്ട് താനും. അപ്പോൾ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വീൽ സിലിണ്ടർ കറക്റ്റായിട്ട് മാറി വിടുക. ഇല്ലെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ആ സൈഡിൽ വീൽ സിലിണ്ടർ മാറും, ലൈനർ സെറ്റോടെ വരുന്നത് സെറ്റോടെ മാറുകയും ചെയ്യും. കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് എന്ത്, കുറച്ച് കിലോമീറ്റർ ഓടി കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ പാർക്കിംഗ് കിട്ടുന്ന സമയത്ത് ഇവിടുന്ന് ഫ്ലൂയിഡ് ഇളകാൻ തുടങ്ങും. ഫ്ലൂയിഡ് ഇങ്ങോട്ട് വരും, ഈ ലൈനർ ഇളകും. ലൈനർ ഇളകി കഴിയുമ്പോഴത്തേക്ക് പുതിയ നമ്മൾ ഇട്ട ലൈനറും പോകും. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലെ വീൽ സിലിണ്ടർ മാറ്റി വിടണം, അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലെയും ലൈനറും മാറ്റി വിടണം. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാലേ മനസ്സിലാവും. ഇത് മറ്റേതിൻ്റെ അത്രയും കണ്ടീഷൻ അല്ല, പക്ഷേ അതേ കണ്ടീഷൻ തന്നെയാണ്. പുറത്തോട്ട് വലുതായിട്ട് ഒലിച്ചിട്ടില്ലെന്ന് മാത്രം. ഈ സൈഡും അതേപോലെ തന്നെ ആയിരിക്കണം. സൈഡ് നമ്മൾ നോക്കുമ്പോഴും അതേപോലെ തന്നെ ലീക്കും കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ വീൽ സിലിണ്ടർ മാറണം, അതോടൊപ്പം തന്നെ ഇതിൻ്റെ ലൈനർ നമുക്ക് മാറ്റി വിടേണ്ടതായിട്ട്. നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ ലൈനറാണ് ഫസ്റ്റ് ഇളക്കിയെടുക്കുന്നത്. വീൽ സിലിണ്ടർ മാറണം, അതുപോലെ തന്നെ ലൈനർ മാറണം. അപ്പോൾ ഈ കാണുന്ന ഈ സ്പ്രിങ്ങിൻ്റെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ, അതായത് ഈ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ സ്പ്രിങ് ഇങ്ങനെ പെട്ടെന്ന് വിടിച്ചെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഹബ്ബ് ഊരാതെ തന്നെയാണ് നമ്മളിപ്പോൾ ലൈനറും വീൽ സിലിണ്ടറും മാറാനായിട്ട് പോകുന്നത്.
അപ്പോൾ ഒരു തട്ട് തട്ടിയപ്പോൾ ഈ സ്പ്രിങ് ഇതിൽ നിന്ന് ലൂസായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലോക്കാണ് അഴിക്കേണ്ടത്. ലോക്ക് ജസ്റ്റ് പ്രസ് ചെയ്യുക, ഈ ബാക്കിൽ പിടിക്കുക, അഴിച്ചെടുക്കുക. ഈ ഒരു പിന്നും ഈ ഒരു ലോക്കും ആയിരിക്കും ഈ സൈഡിൽ വരുന്നത്. ഇതേ സെയിം സൈഡ് ഈ സൈഡിലും അതേ പിന്നിൽ ലോക്കും തന്നെ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഓൾറെഡി ജാമാണ്. ഹാൻഡ് ബ്രേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നല്ല രീതിയിൽ ജാമായിട്ട് ഇരിപ്പുണ്ട്. കാരണം ഈ ഫ്ലൂയിഡ് വീണിട്ട് ഈ ഭാഗം തുരുമ്പ് പിടിച്ചിട്ടാണ് ഈ ഹാൻഡ് ബ്രേക്ക് ജാം ആവാനുള്ള കാരണം. ഇനി നമുക്ക് ഈ ഒരു ലോക്ക് അഴിക്കാം. കാരണം ഈ 2 സ്പ്രിങ് നമ്മളിപ്പോൾ അഴിച്ചെടുത്തു. ഈ സ്പ്രിങ് ഈ ഒരു പോർഷനിലായിരിക്കും വരുന്നത്. ഇവിടെ ആംഗിളിലും അതുപോലെ തന്നെ ഈ ഭാഗത്തെ ആംഗിളിലും ഈ ലോക്കിലുമായിരിക്കും ഈ സ്പ്രിങ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇത് അഴിച്ചെടുക്കാം. ലോക്ക് ജസ്റ്റ് പ്രസ് ചെയ്തു, തിരിച്ചു. നമ്മൾ നേരത്തെ അഴിച്ച ഈ സൈഡിലെ ലോക്ക് തന്നെ ആ ടൈപ്പ് തന്നെ ലോക്കായിരിക്കും ഇവിടെയും വരുന്നത്. ഇനി നമുക്ക് ലൈൻ റിങ് ഊരിയെടുക്കാം. അപ്പോൾ ലൈനർ നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ഈ ഇളകിയ ഭാഗം ഇപ്പുറത്തെ സൈഡാണ് ഇളകിയേക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പ്രിങ്ങിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കി വെക്കുക. ഇതിൻ്റെ ഔട്ടറുകളായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഈ ചെറിയ സ്പ്രിങ് വരുന്നത് ഈ അഡ്ജസ്റ്ററിൻ്റെ ഭാഗത്തായിട്ടായിരിക്കും വരുന്നത്. ഇടുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ സ്പ്രിങ് ഊരി അതുപോലെ തന്നെ ഇതിൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ ഊരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീൽ സിലിണ്ടർ അഴിക്കണം. വീൽ സിലിണ്ടർ അഴിക്കാനായിട്ട് നമുക്ക് വേണ്ട ടൂളെന്ന് പറയുന്നത് 11ൻ്റെ കറക്റ്റ് പൈപ്പ് അഴിക്കാനുള്ള ടൂൾ വേണം. 11ൻ്റെ ഈ പൈപ്പ് ഈ ഭാഗത്തായിട്ട് കറക്റ്റ് കയറ്റിയിടുക, ലൂസ് ചെയ്യുക. ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഈ പൈപ്പ് അഴിച്ചെടുക്കുക. നമ്മൾ ഈ പൈപ്പ് ലൂസ് ചെയ്തതിന് ശേഷം വേണം ഈ സിലിണ്ടറിൻ്റെ പത്ത് ലൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ സിലിണ്ടർ ലൂസ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ കറക്റ്റായിട്ട് 10ൻ്റെ ചെറിയ ബോക്സും അതുപോലെ തന്നെ ചെറിയ റാച്ചറ്റും എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഇതിലോട്ട് കയറുക. 2 ബോൾട്ടായിരിക്കും ഈ വീൽ സിലിണ്ടറിന് വരുന്നത്. ലൂസായിട്ടുണ്ട്. നമ്മളെല്ലാ ബോൾട്ടും ലൂസ് ചെയ്തതിന് ശേഷം വേണം ഫുള്ളായിട്ട് അഴിച്ചെടുക്കാൻ. കാരണം ഏതെങ്കിലും ബോൾട്ട് ഒടിയുകയോ വല്ലതും ചെയ്യുന്നുണ്ടോ എന്ന് കറക്റ്റ് അറിയാനായിട്ടാണ്. ഇപ്പോൾ എല്ലാം ലൂസായിട്ടുണ്ട്. ഇനി നമുക്കിത് അഴിച്ചെടുക്കാം. ചെറിയ നീളത്തിലുള്ള ബോൾട്ടായിരിക്കും വരുന്നത്. ഈ നീളത്തിലുള്ള 10ൻ്റെ ബോൾട്ടായിരിക്കും വരുന്നത്. അതേപോലെ തന്നെ ആയിരിക്കും ഈ സൈഡിലും 10ൻ്റെ ബോൾട്ട് വരുന്നത്. സെയിം നീളം തന്നെയായിരിക്കും ഈ ബോൾട്ടിനും വരുന്നത്. ഇനി നമുക്കിതിൻ്റെ പൈപ്പ് ലൂസ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ലൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ പൈപ്പ് ലൂസ് ചെയ്ത് ഇനി നമുക്ക് സിലിണ്ടർ ഊരിയെടുക്കാം. ജസ്റ്റ് ഈ ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് തിക്കുക. സിലിണ്ടർ നമ്മൾ ഊരിയെടുക്കും. അപ്പോൾ സിലിണ്ടർ ഊരിയെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, പുതിയ വീൽ സിലിണ്ടർ നമുക്ക് മാറേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഓറിങ് കറക്റ്റായിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുക. കാരണം ഇതിനുള്ളിലോട്ട് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓറിങ് നമുക്ക് ഇടേണ്ടത്. അപ്പോൾ പുതിയ വീൽ സിലിണ്ടറിനകത്ത് ഈ ഒരു ഓറിങ് കാണില്ല. അപ്പോൾ ഈ ഓറിങ് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇത് അഴിച്ചെടുക്കാനായിട്ട് ജസ്റ്റ് ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിൾ അഴിച്ചെടുക്കാനായിട്ട് ഇതിനെ ബാക്കിലോട്ടൊന്ന് മൂവ് കഴിഞ്ഞിട്ട് നമുക്ക് ചരിച്ച്, അതായത് ഇതിനെ ബാക്കിലോട്ട് മൂവ് ചെയ്യുക. അപ്പോൾ ഈ വരുന്ന സ്പേസിൽ ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ
ഇത് ജാം വരാനുള്ള കാരണം ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാകും. ഈ ബ്രേക്ക് ഫ്ലൂയിഡ് ലീക്കായതിൻ്റെ പാടാണ് ഇത് മൊത്തം. ഇത് ഓൾറെഡി ബ്രേക്ക് ഫ്ലൂയിഡാണ് ഇതിൽ. ഈ ബ്രേക്ക് ഫ്ലൂയിഡ് ലീക്കായിട്ട് ഇവിടെ തുരുമ്പ് പിടിച്ചിട്ടാണ്, എടുക്കാതിരുന്നപ്പോൾ ഇവിടെ തുരുമ്പ് പിടിച്ചിട്ടാണ് ഈ ഒരു ഹാൻഡ് ബ്രേക്ക് ലിവർ സ്റ്റക്കായത്. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഭാഗങ്ങൾ ക്ലീൻ ചെയ്യുമ്പോൾ ഈ ബ്രേക്ക് പൈപ്പിനുള്ളിൽ ഡസ്റ്റും അഴുക്കും പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ എയർ എടുക്കുന്ന നിപ്പിളിൻ്റെ ആ ഒരു കപ്പ് വെച്ചിട്ട് ഇത് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം വേണം നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മളിപ്പോൾ ക്ലീൻ ചെയ്യാനായിട്ട് ഇത് പെട്രോളാണ്. പെട്രോൾ വേസ്റ്റിലോട്ട് നനച്ചിട്ടുണ്ട്. നനച്ചതിന് ശേഷം ഫുള്ളായിട്ട്, കാരണം ഈ പെട്രോൾ ആകുമ്പോൾ പെട്ടെന്ന് വേപ്പറായി പോവുകയും ചെയ്യും, ഫുള്ളായിട്ട് അഴുക്ക് നമുക്ക് എടുത്ത് കളയാനായിട്ട് സാധിക്കുകയും ചെയ്യും. നമുക്കിതേപോലെ ഫുള്ള് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ബ്രേക്ക് ഷൂ പുതിയെടുത്തിട്ടുണ്ട്, വീൽ സിലിണ്ടർ പുതിയെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഒരു കാര്യം, നമ്മൾ ലൈനർ അഴിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ അഡ്ജസ്റ്റർ ഫ്രീ ആണോ എന്ന് നോക്കുക. ഈ ഭാഗം കറക്റ്റ് ഫ്രീ ആണോ, ഇത് ഫ്രീ ആണോ എന്ന് കറക്റ്റായിട്ട് നോക്കുക. ഇത് ഓൾറെഡി സ്റ്റക്ക് ഉണ്ടായിരുന്നു, അത് നമ്മളിപ്പോൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞത് ഈ ഒരു റബ്ബറിൻ്റെ കാര്യമാണ്. ഇത് ഈ സിലിണ്ടറിൻ്റെ ഉള്ളിലോട്ട് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റബ്ബർ ഈ ഭാഗത്ത് കൊടുത്തു വച്ചേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ ഭാഗത്തായിട്ട് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ കറക്റ്റ് ഫിറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ ഡസ്റ്റ് ബൂട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീൽ സിലിണ്ടർ ഫിറ്റ് ചെയ്യാം. അപ്പോൾ വീൽ സിലിണ്ടർ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പേ നമ്മളിവിടെ വെച്ചിരുന്ന ആ ബൂട്ട് ഇങ്ങനെ എടുക്കുകയാണ്. കാരണം ഡസ്റ്റ് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇതിനുള്ളിൽ ഡസ്റ്റ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് അടച്ച് വെച്ചതാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ പോയതൊക്കെ എന്ന് പറയുന്നത് ഇതിൻ്റെ പെയിൻ്റാണ് പോയിരിക്കുന്നത്. കാരണം ഇത് ഫ്ലൂയിഡ് ലീക്കായിട്ട്, ഫ്ലൂയിഡ് എവിടെ ലീക്കായാലും ആ ഭാഗത്തുള്ള പെയിൻറ്റ് പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പെയിൻറ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റിമൂവ് ആയിട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഫ്ലൂയിഡ് ലീക്കായാലും ഉണ്ടാകും. അപ്പോൾ ചെറിയ ഫ്ലൂയിഡ് ലീക്ക് ഉണ്ടെങ്കിൽ തന്നെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതുകൊണ്ടാണ് ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ വെളുത്തിരിക്കാനുള്ള കാരണം. ഇതിൻ്റെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് പോയേക്കുന്നതാണ്. കാരണം നമ്മൾ നേരത്തെ അഴിച്ചപ്പോൾ കണ്ട ഇങ്ങനെ പിരിപിരി പോലെ ഇരുന്നത്. നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തപ്പോൾ വീണതാണ് ഈ കാണുന്നത് അതിൻ്റെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി നമുക്ക് വീൽ സിലിണ്ടർ ഫിറ്റ് ചെയ്യാം. അപ്പോൾ വീൽ സിലിണ്ടർ നമ്മൾ ജസ്റ്റ് കയറ്റി വെച്ചു. കയറ്റി വെക്കുമ്പോൾ കറക്റ്റായിട്ട് ഇത് ഈ സൈഡിൽ തന്നെ ഇരിക്കുന്നു നോക്കുക. കയറ്റി വെച്ചുമ്പോൾ നമുക്ക് ആദ്യം ഫിറ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ നിപ്പിൾ, ഇതിൻ്റെ ബ്രേക്കിൻ്റെ പൈപ്പാണ് ആദ്യം നമ്മൾ കയറ്റി വെക്കേണ്ടത്. നമ്മൾ ഈ 2 ബോൾട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം ഒരിക്കലും പൈപ്പ് കയറ്റരുത്. കാരണം പൈപ്പ് ക്രോസായി പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സിലിണ്ടർ പിന്നെ രണ്ടാമത് നമുക്ക് മാറേണ്ട അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിനുള്ള ത്രെഡും കാര്യങ്ങളൊക്കെ പോകും. അപ്പോൾ ആദ്യം നമുക്കിത് ടൈറ്റ് ചെയ്യാം. ജസ്റ്റ് കൈകൊണ്ട് കൊള്ളിച്ച് വെച്ചതിന് ശേഷം ഈ താഴത്തെ 2 ബോൾട്ട് നമുക്ക് ഇടേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഈ ട്യൂബ് കൈകൊണ്ട് കൊള്ളിച്ച് വെച്ചേക്കാണ്. അത് പിന്നീട് ഫുൾ ടൈറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഇടേണ്ടത് ഈ പറഞ്ഞ പോലെ ഈ താഴെ കാണുന്ന ഈ 2 ബോൾട്ടാണ്. അപ്പോൾ ആ 2 ബോൾട്ട് നമുക്ക് കയറ്റി വെക്കാം. ഈ ബോൾട്ട് ഫുൾ ടൈറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ട്യൂബ്, ഈ ബ്രേക്ക് പൈപ്പിൻ്റെ ട്യൂബ് ഫുൾ ടൈറ്റ് ചെയ്യാവൂ. അതേപോലെ തന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പൈപ്പ് ഇട്ടതിന് ശേഷം മാത്രമേ, ഈ പൈപ്പ് ജസ്റ്റ് കൈകൊണ്ട് കയറ്റി വെച്ചതിന് ശേഷം മാത്രമേ ഈ ബോൾട്ടും ഇടാവൂ. ഇല്ലെന്നുണ്ടെങ്കിൽ പൈപ്പ് ക്രോസായി പോകാനുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമ്മളിപ്പോൾ ഈ 2 ബോൾട്ടും കൈകൊണ്ട് കയറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ടൈറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുൾ ടൈറ്റ് ചെയ്യുമ്പോൾ ഒത്തിരിയും ഓവർ ടൈറ്റ് ചെയ്യരുത്. സിലിണ്ടറിൻ്റെ ഇവിടുന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ പൈപ്പ് ടൈറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ പൈപ്പും ടൈറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ സിലിണ്ടറും ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലൈനറാണ് ഇടേണ്ടത്.
നമുക്ക് ഇടേണ്ടത് ലൈൻഡറാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഹാൻഡ് ബ്രേക്ക് സൈഡ് ലൈൻഡർ ഇടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഹോളിൽ കൂടെ ജസ്റ്റ് ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ ഭാഗത്ത് നോക്കുക. അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്കിൻ്റെ ലൈൻ ഇടുമ്പോൾ ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിൾ ഇടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിന് ഫ്രണ്ടിലായിട്ട് ഈ കാണുന്ന വാഷർ കറക്റ്റായിട്ട് തന്നെ മുന്നോട്ട് കയറ്റിയിട്ട് വേണം ഇടാനായിട്ട്. അതായത് ഈ വാഷർ ഈ ഭാഗത്ത് തന്നെ നിൽക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പ്രിങ് കയറി ഇതിനകത്ത് കുരുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഈ സ്പ്രിങ് കയറി ഇതിനകത്ത് കുരുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വാഷർ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന വാഷർ നമ്മൾ ചെറിയൊരു വാഷർ ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്നത്. അപ്പോൾ ജസ്റ്റ് ഇത് കൈകൊണ്ട് ഇങ്ങനെ തള്ളി പിടിക്കുക. അതിനുശേഷം ഈ ഹോളിൽ കൂടെ നമ്മുടെ ഈ ഡ്രമ്മിൻ്റെ ഈ ഡിസ്കിൻ്റെ ഹോളിൽ കൂടെ ഈ നോസ് പ്ലെയർ പിടിക്കുക. നോസ് പ്ലെയർ പിടിച്ചതിന് ശേഷം ഇതിനെ പ്ലെയർ കൊണ്ട് വലിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇത്രയും ലെങ്ത് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് സിമ്പിളായിട്ട് ഇടാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കത് ഇടാം. ഇപ്പോൾ കയറി വീണിട്ടുണ്ട്. ആ വാഷർ ഫ്രണ്ടിലുമാണ് കിടക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ചെറിയ വാഷറിൻ്റെ കാര്യം. നമുക്ക് ലൈൻഡർ ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ലൈൻഡർ ആദ്യം നമുക്കിത് കയറ്റി വെക്കാം. നമ്മളിപ്പോൾ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ലോക്ക് ഇടാം. കാരണം ഇത് ഹബ്ബ് ഊരാത്തതുകൊണ്ട് സ്പ്രിങ് ഒക്കെ ഇടാൻ ഒരു ശകലം പാടായിരിക്കും, പക്ഷേ നമുക്കത് ഇടാനായിട്ട് സാധിക്കും. ജസ്റ്റ് നമ്മൾ ഈ ലോക്കിൻ്റെ ഭാഗത്ത് വെച്ചു. ജസ്റ്റ് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് പ്രസ് ചെയ്തു തിരിച്ചു. കറക്റ്റായിട്ട് ലോക്ക് വീണിട്ടുണ്ട്. ലോക്ക് നമുക്ക് ഈ ഭാഗത്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്ത് പിസ്റ്റൻ്റെ ഭാഗം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലോട്ട് നോക്കുമ്പോൾ ഈ വെട്ട് ഇതിനുള്ളിൽ, ഈ ലൈൻഡറിൻ്റെ വെട്ട് ഇതിനുള്ളിലായിട്ടാണ് കിടക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ സെറ്റ് ചെയ്യേണ്ടതല്ല, ഇനി നമുക്ക് ജസ്റ്റ് കയറ്റി വെക്കേണ്ടത് ഈ ഒരു ലിവറാണ്, സെൻട്രൽ ലിവറാണ് വരുന്നത്. ഇത് ഹാൻഡ് ബ്രേക്കിൻ്റെ ഭാഗം വരും. ഇത് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റിൻ്റെ ഭാഗത്ത് വരും. ഇത് നമുക്ക് ഇങ്ങനെയോ എങ്ങനെ വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഈ ഓട്ടോ അഡ്ജസ്റ്റിന് രണ്ട് വെട്ടും ഈക്വലായിട്ട് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഇടേണ്ടത് ഈ ഒരു പോർഷനിലായിരിക്കണം ഇടേണ്ടത്. ഇതിങ്ങനെ മറിച്ചിടാൻ പാടില്ല. കാരണം ഇവിടെ ഹാൻഡ് ബ്രേക്ക് വരുന്നു, ഇവിടെ ലൈൻഡർ വരുന്നു. അപ്പോൾ ആ ഭാഗത്തിന് ഈ ലെങ്ത് കൂടിയ ഭാഗം പുറത്തായിരിക്കണം വരേണ്ടത്. നമ്മൾ ഇതിനെ ഇടയ്ക്കൂടെ കയറ്റി ഇവിടെ വെക്കുക. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ സ്പ്രിങ് ആണ് ലോഡ് ചെയ്ത് നമ്മൾ ഇടേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ സ്പ്രിങ് ഇടുന്നില്ല, ലൈൻഡർ എല്ലാം ഇട്ടതിന് ശേഷം മാത്രമേ ഈ സ്പ്രിങ് നമ്മൾ ലോഡ് ചെയ്തിടുന്നുള്ളൂ. അപ്പോൾ ഈ ചെറിയ ചുറ്റുള്ള ഭാഗവും വലിയ ചുറ്റുള്ള ഭാഗമുണ്ട്. ഈ ചെറിയ ചുറ്റുള്ള ഭാഗം വരേണ്ടത് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് സൈഡിലായിരിക്കണം. ഹാൻഡ് ബ്രേക്കിൻ്റെ സൈഡിൽ വരുമ്പോൾ വലിയ ചുറ്റുള്ള ഭാഗമായിരിക്കണം വരേണ്ടത്. അപ്പോൾ നമ്മളത് ജസ്റ്റ് ഇങ്ങനെ കയറ്റി വെക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ ലൈൻഡർ ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ലൈൻഡർ ഫിറ്റ് ചെയ്യാനായിട്ട് അതിന് മുന്നേ നമ്മൾ ഈ സ്പ്രിങ് ഇടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ സ്പ്രിങ് ഇടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഈ ഹോളിലായിട്ട്, ഈ ലൈൻഡറിൻ്റെ ഈ ഭാഗത്ത് കാണുന്ന ഹോളിലായിട്ട് ഇടുക. ഈ ഭാഗത്തെ ഹോളിൽ ഇടുക. അതിനുശേഷം ഈ കാണുന്ന വെട്ടിന് ഉള്ളിലായിട്ട്, അതായത് ഇവിടെ ഒരു ചെറിയൊരു കട്ടിങ്ങിൻ്റെ ഭാഗം വരുന്നുണ്ട്. ഈ കാണുന്ന കട്ടിങ്ങിൻ്റെ ഭാഗം ഇതിനുള്ളിലായിട്ട് കയറ്റിയിടുക. നമ്മളിപ്പോൾ ഈ സ്പ്രിങ് ഇങ്ങോട്ടൊന്ന് എടുത്ത് മാറ്റുന്നുണ്ട്, ഇത് കറക്റ്റായിട്ട് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ലിവർ ഇട്ടു. ഇനി ഈ കാണുന്ന ഒരു ഈ പിന്നിൻ്റെ ഭാഗം ഇതിൻ്റെ മുകളിലായിട്ട് വേണം വരാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൊണ്ടുവെക്കുക. അതിനുശേഷം നമുക്ക് ഈ ലോക്ക് ഇടാം. ഫസ്റ്റ് പിന്നെ അതിനെ ഇതിനകത്തോട്ട് കയറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സെൻറ്ററിലോട്ട് വെച്ചിട്ടുണ്ട്. ഈ ഭാഗം ഈ സെൻറ്ററിലോട്ട് കയറ്റി വെച്ചിട്ട് തിരിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ലോക്ക് ആവുന്നതാണ്. നമ്മളിപ്പോൾ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, തിരിക്കുക. തിരിച്ചു കഴിഞ്ഞാൽ ഇതും ലോക്കിൻ്റെ ഭാഗത്തായിട്ട് വീണിട്ടുണ്ട്. ഇനി നമുക്ക് ഇടേണ്ടത് ഈ സ്പ്രിങ് ആണ് ഇടേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിപ്പോൾ അഡ്ജസ്റ്റർ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അഡ്ജസ്റ്റർ ഈ പറഞ്ഞ പോലെ ഈ പിന്നിൻ്റെ മുകളിലായിട്ട് കൊണ്ടുവെക്കുക. അപ്പോൾ ഈ പിന്നിൻ്റെ മുകളിലായിട്ട് കൊണ്ടുവച്ചു. ഇത് ഹാൻഡ് ബ്രേക്ക് സൈഡ് പ്രൊജക്റ്റ് നീളമുള്ള ഭാഗം വെളിയിലായിട്ടാണ് വന്ന് നിൽക്കേണ്ടത്. ഇനി നമുക്ക് ഈ സ്പ്രിങ് ആണ് ഇടേണ്ടത്. അപ്പോൾ ഈ സ്പ്രിങ് ഇടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ ഈ സ്പ്രിങ് ഈ ഒരു ഭാഗത്ത് കയറ്റിയിടുന്നുണ്ട്. നമ്മളിവിടെ കയറ്റിയിട്ടു. അതിനുശേഷം നമുക്ക് ഈ സ്പ്രിങ് ഇടേണ്ടത് ഈ ഭാഗത്തായിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കനം കുറഞ്ഞൊരു മൈനസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ കനം കുറഞ്ഞ നീളമുള്ള ഒരു മൈനസ് എടുക്കുക. അതിനുശേഷം ഈ സ്പ്രിങ്ങിൻ്റെ ഈ ഭാഗത്തായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ലോഡ് ചെയ്യുക.
ലോഡ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ലോഡ് ചെയ്ത് വെക്കുക. ഓക്കെ, അതിനുശേഷം എല്ലാ ഭാഗങ്ങളും കറക്റ്റാണോ നോക്കുക, ലൈനറൊക്കെ കറക്റ്റ് കയറി കിടക്കുകയാണോ നോക്കുക. കയറി കിടപ്പില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്തോട്ട് തന്നെ കയറ്റി വെക്കുക. നമ്മൾ സ്പ്രിങ് ഇങ്ങോട്ട് ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഉള്ളിലായിട്ട് തന്നെ കയറ്റി വിടുക. അതുപോലെ തന്നെ ഈ ഭാഗവും കറക്റ്റാണോ എന്ന് നോക്കുക. അതിനുശേഷം ജസ്റ്റ് സ്പ്രിങ്ങിനെ നമ്മളിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ളിലായിട്ട് കയറി വീഴും. അപ്പോൾ ഇതിനുള്ളിലായിട്ട് വീണിട്ടുണ്ട്. ഇനി ഒരു ജസ്റ്റ് ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ ലോഡ് ചെയ്തിട്ട് ഇങ്ങനെ കുത്തിപ്പിടിച്ചുകൊണ്ട് ഈ നമ്മൾ ആദ്യം കയറ്റിയ മൈനസിങ് വിട്ട് കഴിഞ്ഞാൽ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ലോക്കിൽ വീഴും. ഓക്കെ, നമ്മളിപ്പോൾ വലിച്ച് കറക്റ്റായിട്ട് ഇത് ലോക്കിൽ വീണിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തട്ടി നോക്കുക. അതുപോലെ തന്നെ ഈ ഭാഗവും ജസ്റ്റ് ഒന്ന് തട്ടി നോക്കുക. അതുപോലെ തന്നെ താഴെയും സ്പ്രിങ് കറക്റ്റാണെന്ന് നോക്കുക. ഈ ഭാഗവും കറക്റ്റാണെന്ന് നോക്കുക. അപ്പോൾ സ്പ്രിങ്ങിൻ്റെ ഭാഗങ്ങളെല്ലാം ഇപ്പോൾ കറക്റ്റായിട്ട് വീണിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റഡിയുടെ മുകളിലാണോ ഈ ഭാഗം കയറി കിടക്കുന്നതെന്ന് നോക്കുക. ചെറിയ സ്പ്രിങ് ഈ ഭാഗത്താണോ എന്ന് നോക്കുക. വലിയ സ്പ്രിങ് വന്നേക്കുന്നതും ഇവിടെയാണ്, ചുറ്റുകൂടിലുള്ള സ്പ്രിങ് ഇവിടെയാണോ എന്ന് നോക്കുക. കറക്റ്റാണോ കയറി കിടക്കുന്നതെന്ന് നോക്കുക. ഇനി നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടതിൻ്റെ ഓട്ടോ അഡ്ജസ്റ്റാണ് ഫിറ്റ് ചെയ്യേണ്ടത്. ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ചെയ്യുന്ന ലിവറും അതിൻ്റെ സ്പ്രിങ്ങുമാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് കയറ്റി വെക്കാം. അതിന് ഈ ഹോളിൽ കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറ്റിയിട്ട് ഇവിടെ ഒരു വെട്ടുണ്ട്. ഇതിനുള്ളിലായിട്ട് ഒരു വെട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇത് കാണിച്ചാണ്. ആ വെട്ടിൻ്റെ ഇടയ്ക്കോട്ട് വെക്കുക. ഇവിടെ ഒരു ഹോളുണ്ട്. ആ ഹോളിനകത്തോട്ട് കയറ്റി വെച്ചതിന് ശേഷം ഈ വെട്ടിലോട്ട് കയറ്റി വെക്കുക. ഇപ്പോൾ അത് വെട്ടിൽ കറക്റ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്പ്രിങ് ആണ് ഇടേണ്ടത്. അപ്പോൾ സ്പ്രിങ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിലായിരിക്കും, പുറത്തുനിന്ന് കയറ്റിയിട്ട് വലിക്കുന്ന രീതിയിലായിരിക്കും വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്പ്രിങ് ഇതിനുള്ളിലായിട്ട് ഇടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സ്പ്രിങ് ഇതിൻ്റെ മുകളിൽ കൂടെ എടുത്തിട്ട് ഞാൻ ഈ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ നോസ് പ്ലെയർ ഈ ഹോളിൽ കൂടെ ഇട്ടിട്ട് ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഹോൾഡ് ചെയ്ത് പിടിച്ച ശേഷം ഇവിടെയാണ് ഇതിൻ്റെ ലോക്ക് വരുന്നത്. ഇതിനുള്ളിലായിട്ടൊരു ഹോളുണ്ട്. ഈ ഹോളിൽ കറക്റ്റായിട്ട് സ്പ്രിങ് കയറ്റി ഇടുക. ഈ ഭാഗത്താണ് ഈ ഹോൾ വരുന്നത്. നമ്മൾ നോസ് പ്ലെയർ വെച്ച് ഇപ്പോൾ ഈ ഹോളിലോട്ട് അത് കയറ്റി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ഹോളിലായിട്ട് കയറ്റി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിടേണ്ടത് ഈ സ്പ്രിങ് ഈ ഭാഗത്തായിട്ടാണ് ഇടേണ്ടത്. ഇതിൻ്റെ മുകളിലായിട്ട് കയറ്റിയിടണം. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ സ്പ്രിങ്ങിൽ കറക്റ്റായിട്ട് പിടിക്കുക. എന്നിട്ട് കാരണം നമ്മൾ ഈ ഭാഗത്തെ ഡ്രമ്മ് നമ്മൾ കറക്റ്റായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ നോസ് പ്ലെയർ ഇങ്ങനെ പൊങ്ങിപ്പോയിട്ട് കറക്റ്റായിട്ട് അവിടെ ലോഡ് ചെയ്തിടാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ നോസ് പ്ലെയർ വെച്ച് പിടിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇത് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ കയറ്റിയിടാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സ്പ്രിങ് ഇവിടെ ഹുക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും ഹുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നോസ് പ്ലെയർ വെച്ചിട്ട് ഈ താഴെ കൊടുത്തിട്ട് ഇതിൻ്റെ നീളമുള്ള ഭാഗത്ത് പിടിച്ചിട്ട് ഇങ്ങനെ ഇത് കറക്കി കഴിഞ്ഞാൽ സ്പ്രിങ് മുകളിലോട്ട് പോയിട്ട് കറക്റ്റായിട്ട് ഇതിവിടെ നമുക്ക് സിമ്പിളായിട്ട് കയറ്റിയിടാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ കറക്റ്റാണോ നോക്കുക. ഇതൊക്കെ കിടക്കുന്നത് കറക്റ്റാണോ നോക്കുക. ഇത് വെട്ടിൽ തന്നെയാണോ നോക്കുക. അതുപോലെ തന്നെ ഈ ഭാഗത്ത് കറക്റ്റാണോ നോക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ടെമ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 2 ത്രെഡ് ബ്രേക്ക് നമ്മൾ ഡ്രം ഇട്ട് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഡ്രം ഇങ്ങനെ ഇട്ട് നോക്കിയതിന് ശേഷം കറക്കുമ്പോൾ ഒത്തിരി ഫ്രീ ആണെന്നുണ്ടെങ്കിൽ, ഒത്തിരി പ്ലേ ആണെന്നുണ്ടെങ്കിൽ ശകലം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മളൊരു 2 ത്രെഡ് ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും. ഏകദേശം ഒരു 2 ത്രെഡ് നമ്മളിപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഡ്രമ്മും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഡ്രമ്മ് കയറ്റിയിടാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഡ്രം ഇടുന്നതിന് മുമ്പേ ഇതിൻ്റെ സ്പ്രിങ്ങിൻ്റെ പൊസിഷൻ ഇത് കറക്റ്റാണോ, ഈ ഭാഗങ്ങളൊക്കെ കറക്റ്റാണോ നോക്കുക. ഈ ഒരു രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ലൈനർ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ലൈനർ സെറ്റ് ചെയ്യാനായിട്ട് വേറെയും കുറേ രീതികളുണ്ട്. അതിലൊരു രീതിയാണ് ഈ ഒരു സെറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡ്രം സെറ്റ് ചെയ്യാൻ പോകണം. ഡ്രം സെറ്റ് ചെയ്ത് കറക്റ്റ് ഈ ഹോള് നോക്കുക. ഈ നമ്മൾ സ്ക്രൂ ഫിറ്റ് ചെയ്യുന്ന ഭാഗം ജസ്റ്റ് കയറ്റിയിട്ടിട്ട് ജസ്റ്റ് ആ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ നോക്കുക ഇതിൻ്റെ ഫ്രീ എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡ്രം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫ്രീ എപ്പോഴും വേണം. ഈ ഒരു സ്റ്റോപ്പ് ആവുന്നത് ഇതിൻ്റെ ലൈനർ പിടിക്കുന്ന സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൻ്റെ ബെയറിങ്ങിൻ്റെ ആ ഒരു ടൈറ്റിൻ്റെ ഒരു ഫീലാണ് ഈ കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് എയറും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ ഉണ്ടായി i10ൻ്റെ ലൈനർ മാറുന്നത് അതുപോലെ തന്നെ വീൽ സിലിണ്ടർ മാറുന്ന വീഡിയോ ആണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കിയത്.
അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എവിടെയെങ്കിലും ബ്രേക്ക് ഫ്ലൂയിഡ് ലീക്ക് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് ഏത് പാർട്ടാണോ പ്രശ്നമുള്ളത് അത് കറക്റ്റായിട്ട് തന്നെ മാറ്റി. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡ് എവിടെ നിന്ന് ലീക്ക് ആയാലും ആ ഭാഗത്തുള്ള പെയിൻറ്റും കാര്യങ്ങളും എല്ലാം പൂർണ്ണമായിട്ട് പോകും. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഭാഗത്ത് ഇതിനുള്ളിൽ ബ്രേക്ക് ഫ്ലൂയിഡ് ലീക്കായിട്ട് എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്നതൊക്കെ പെയിൻറ്റ്, ഇതേപോലെ പെയിൻറ്റ് ഇതിനകത്ത് നിന്ന് ഇളകി നമ്മൾ ക്ലീൻ ചെയ്തപ്പോൾ താഴെ പോയ പെയിൻറ്റും കാര്യങ്ങളുമാണ് ഈ കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ബോഡിക്കായാലും എവിടെയെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ ബോഡി ഭാഗത്തോ അകത്ത് എഞ്ചിൻ ഭാഗത്തിൻ്റെ സൈഡിലായിട്ടൊക്കെ ലീക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത്രയും ഭാഗത്തെ പെയിൻറ്റ് പോകും, പിന്നീട് തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പോൾ എവിടെയാണോ ബ്രേക്ക് ഫ്ലൂയിഡിൽ, അതുപോലെ തന്നെ വീൽ സിലിണ്ടറിൻ്റെ ഒക്കെ ലീക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി ഇതുപോലെ ലൈനറൊക്കെ ഇളകി പോകാനുള്ള ചാൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഉണ്ടായി ഏട്ടൻ്റെ വീൽ സിലിണ്ടർ മാറുന്ന അതുപോലെ തന്നെ ലൈനർ മാറുന്ന വീഡിയോ ആണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കിയത്. ഇനി ഏറും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാനുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.